Happy birthday to you. Happy birthday to you. Happy birthday to you. Happy birthday. എന്തിനാ ഇടയ്ക്ക് വെച്ച് നിർത്തിയത്? എന്ത് പറ്റി? എന്റെ ബർത്ത്ഡേ സോങ് പാട്. ബോസ് ഇതിന് ശേഷം എന്താ പറയേണ്ടതെന്ന് ഓർമ്മ വരുന്നില്ല. അപ്പൊ നീ പാട്ട് മറന്നുപോയല്ലേ? അതൊക്കെ പോട്ടെ, എനിക്ക് കൊണ്ടുവന്ന ഗിഫ്റ്റ് എടുക്ക്, പെട്ടെന്ന് വേണം. കൊള്ളാം ബോസ് കൊള്ളാം. എന്ത് നല്ല കവിതയാ പറഞ്ഞേ. കവിതയുടെ കാര്യമൊക്കെ വിട്ട് പോയി ഗിഫ്റ്റ് എടുത്തോണ്ട് വേണം, പെട്ടെന്ന് വേണം. ചെല്ല് ചെല്ല്. ഓ, ഇത്ര വലിയ ഗിഫ്റ്റോ? താങ്ക് യു. ഇനി വല്ല ബാങ്കിൽ കൊള്ളടിച്ചിട്ടാണോടാ വരവ്? പെട്ടെന്ന് തുറന്നു നോക്കാം. ഇത്രയും വലിയ ഗിഫ്റ്റിനകത്ത് ഒരു താക്കോലായിരുന്നോടെ. ബോത്ത് ഈ കാണുന്ന ചാവി വെച്ച് നമുക്ക് ഏത് ബാങ്കും തുറക്കാൻ കഴിയും. ബാങ്കിന്റെ പൂട്ട് എനിക്ക് പൊളിച്ചാട് ശീലം, അല്ലാതെ ഞാൻ തുറന്നൊന്നും ശീലിച്ചിട്ടില്ല. ബാങ്ക് കൊള്ളയടിക്കേണ്ടത് ഞാൻ വിചാരിച്ചാൽ എനിക്ക് താക്കോലിന്റെ ആവശ്യമൊന്നുമില്ല. ഞാനത് തല്ലി പൊളിച്ചിരിക്കും. ഈ കൊഞ്ഞാണന്റെ ഒരു കാര്യം ഇവൻ പറഞ്ഞത് എന്താണെന്നോ ബോസ്? നിങ്ങൾക്ക് ഏത് ബാങ്കിന്റെ പൂട്ട് വേണമെങ്കിലും തുറക്കാമെന്നാ. ബാങ്കിന്റെ പൂട്ട് തുറന്നിട്ട് ഞാൻ എന്ത് കാണിക്കാനാണേ? ആ ബോട്ടും ബത്തിലും എപ്പോഴും എന്റെ പുറകെ തന്നെ കൂടിയിരിക്കുമല്ലേ. നിങ്ങൾ എനിക്ക് ഗിഫ്റ്റ് തരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് ആ ബോട്ടുവിനെയും ബത്തിലുവിനെയും ഗിഫ്റ്റ് ആയിട്ട് മതി. പെട്ടെന്ന് ചെല്ല്, താമസിച്ചാൽ എന്റെ ബർത്ത്ഡേ കഴിഞ്ഞു പോവില്ല. വാ, ഞാനും വരാം നിങ്ങളുടെ കൂടെ. കമോൺ. ഇത് മോട്ടുവിന്റെ മുഖത്തടിച്ച മോട്ടും മയങ്ങിപ്പോകും. അങ്ങനെ ഞാൻ അവനെ എടുത്ത് നിങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുവരാം ബോസ്. ഹാപ്പി ബർത്ത്ഡേ ബോസ്. ഹാപ്പി ബർത്ത്ഡേ സാൻ. ഹാപ്പി ബർത്ത്ഡേ ഒക്കെ പിന്നെ പറയാ. ആദ്യം ഞാൻ ചോദിച്ച ഗിഫ്റ്റ് കൊണ്ടുപോവാ. എന്നാൽ എന്റെ ബർത്ത്ഡേ ആഘോഷിച്ചതുപോലെ എനിക്ക് തോന്നുന്നു. താങ്ക് യു നമ്പർ 1. താങ്ക് യു. പെട്ടെന്ന് പുറത്തേക്ക് വാ. നമ്പർ 2 അവനെ എടുത്തോണ്ട് എന്റെ പുറകെ വാ. കമോൺ. ഇതുവരെ നീ എന്നെ ഒരുപാട് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. അതിനുള്ള ശിക്ഷ ഞാൻ ഇപ്പൊ തന്നെ തരാം. മ്യൂസിക് ഓൺ ചെയ്യേ. ഇന്നിവനെ ഞാൻ അടിച്ചവന്റെ പരിപ്പ് പുറത്തെടുക്കും. ഇത്ര അടി വാങ്ങിയിട്ട് നീ എന്തിനാണ് ഡാൻസ് കളിക്കുന്നത്? നീ എന്റെ ഏറ്റവും വലിയ ശത്രുവാണ് ബോട്ടു. ബോസ് നിങ്ങൾക്ക് സന്തോഷമായ എനിക്കും സന്തോഷമായി ബോസ്. ഈ ശബ്ദം ഇവിടുത്തെ വരുന്നത്? ഇത് നമ്മുടെ നമ്പർ 1ന്റെ ശബ്ദമല്ല. എടാ തടിയ, നീ ഇവിടെ എന്താ ചെയ്യുന്നത്? ബോട്ടുവിനെ കൊണ്ടുവരാൻ പറഞ്ഞിട്ട് നീ ഇതിനകത്ത് കയറിയിരിക്കുവാണോ? നമ്പർ 1, നീ വളരെ ശ്രദ്ധിച്ചിരിക്കണം. പോലീസ് വരുന്നുണ്ടോന്ന് നോക്കണം. ഞാൻ അകത്ത് പോയി ബോട്ടുവിനെ കൊണ്ടുവരാം. മോട്ടു, നല്ല ചൂടുള്ള സമൂസ. മോട്ടു ആദ്യം ഈ ഭക്ഷണം കഴിക്ക്, എന്നിട്ട് തുണിയൊക്കെ തേക്കാം. ബോസ് ആള് കൊള്ളാമല്ലോ. ഇത്രയും പെട്ടെന്ന് മോട്ടുവിനെ ഗിഫ്റ്റ് റാപ്പറിൽ റാപ്പ് ചെയ്ത് കളഞ്ഞല്ലോ. ബോസ് പറഞ്ഞിട്ടുണ്ട് മ്യൂസിക് ഓൺ ചെയ്തിട്ട് മോട്ടുവിന്റെ മുന്നിൽ ഡാൻസ് ചെയ്യണമെന്ന്. ഞാനും അതന്നെ ചെയ്യും. അങ്ങനെ എന്റെ ബോസിന് സന്തോഷം കിട്ടും. ഇനിയും ഉറക്കം നിലവിളിക്ക. ഇനിയും ഉറക്കെ. എന്റെ ബോസിന് കേൾക്കണം എന്റെ നിലവിളി.
ബോസ് എവിടെ പോയി? ബോസിനോട് പറയേ ഞാൻ മോട്ടുവിനോട് എണ്ണി എണ്ണി പകരം ചോദിക്കുന്നുണ്ടെന്ന്. അതും ബോസിന്റെ സ്റ്റൈലിൽ മ്യൂസിക് ഒക്കെ ഓൺ ചെയ്തിട്ടേ, പിന്നെ ഡാൻസ് കളിച്ചിട്ടും. ബോസ് ബോസ്, നിങ്ങൾ ഈ റാപ്പറിൽ എന്ത് ചെയ്യായിരുന്നു ബോസ്? ഇതിനകത്ത് എങ്ങനെ വന്നു പെട്ടു? സോറി ബോസ്, ഞാൻ മോട്ടു ആണെന്ന് വിചാരിച്ചു. അതുകൊണ്ടാ ഇത്രയും വലിയ അടിയൊക്കെ അടിച്ചത്. സോറി ബോസ്, സോറി. നിങ്ങൾ രണ്ടുപേരും കൂടി എന്റെ ബർത്ത്ഡേ ഇത് കുളമാക്കി ഗിഫ്റ്റ് തരുന്നതിന് പകരം അടിച്ചെന്നെ ഒരു പരുവത്തിലാക്കില്ലേ. കൊള്ളാം ബോസ്, കൊള്ളാം. എത്ര നല്ല കവിതയാ പറയുന്നേ. ഇത്രയൊക്കെ അടി വാങ്ങി കൂട്ടിയിട്ടും ബോസിന് കവിത ഇപ്പോഴും വരുന്നുണ്ടല്ലോ. ഒട്ടും മാറ്റമില്ല. ബോസിനെ സമ്മതിച്ചിരിക്കുന്നു. എടാ, കവിതയ്ക്കുണ്ടായവനെ കവിതയുടെ കാര്യം വിട്ട് ബോണ്ടുവിനെ പോയി പിടിക്കാൻ നോക്ക്. ഇന്ന് എനിക്ക് എന്റെ ബർത്ത്ഡേ ഗിഫ്റ്റായി ആ ബോണ്ടുവിനെ തന്നെ വേണം. അയ്യോ, ഇതെന്താ സംഭവിക്കുന്നേ? ഈ ജോണി സ്കേറ്റിംഗ് ഒക്കെ ചെയ്യാൻ എന്നാ തുടങ്ങിയത്? എനിക്ക് തോന്നുന്നത് അവൻ പുതിയ മോഷണത്തിനുള്ള വല്ല തയ്യാറെടുപ്പായിരിക്കും. ഈ മനുഷ്യന്മാരുടെ ശല്യം സഹിക്കാൻ വയ്യ. ഇവരെ വെറുതെ വിടരുത്. മോട്ടു പത്ലു, പറയൂ പറയൂ, നമ്മുടെ ഫുർഫുര നഗരം എന്താണ് ശാന്തമായിരിക്കുന്നത്? എന്റെ സാറേ, അത് ഞങ്ങളുടെ ജോലി ഞങ്ങൾ കൃത്യമായിട്ട് ചെയ്യുന്നോണ്ടാ. നിങ്ങൾ കൃത്യമായി ചെയ്യുന്നത് കൊണ്ടോ ഈ അന്തരീക്ഷം ഉണ്ടായത് ഞാൻ കാരനാണ്. പോലീസ് എവിടെ സ്ട്രിക്റ്റ് ആവുന്നുവോ അവിടെ യാതൊരു തെറ്റും സംഭവിക്കില്ല. കള്ളന്മാര് പൂച്ചയെ പോലെ ഒരു ഭാഗത്ത് അടങ്ങി ഒതുങ്ങി ഇരുന്നോളും. ആരെങ്കിലും ഭയത്തിന് വിളിക്കുക, താഴെ നെറ്റ് വിരിക്കുക. ഇതാ കള്ളൻ ജോണിന്റെ ശബ്ദമാണല്ലോ കേൾക്കുന്നത്. അവനും അവന്റെ അസിസ്റ്റന്റും എവിടെയാണോ ഒച്ച വെക്കുന്നത്? എല്ലായ്പ്പോഴും കുറ്റവാളി ആകാശത്ത് നിന്നാ വരാറ്. വേഗം മാറി നിന്നോ, അല്ലെങ്കിൽ നമ്മുടെ തലയിൽ വീഴും. ഞാനൊരു സ്ഥലത്ത് ഉറച്ചു നിന്ന് കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് മാറുന്ന പ്രശ്നമില്ല. ഞാൻ എന്തിനാ കള്ളന്മാരെ പേടിച്ച് ഓടണം? ധൈര്യമുണ്ടെങ്കിൽ അവന്മാരോട് ഇങ്ങോട്ട് വരാൻ പറ. എന്റെ അമ്മോ, വേണ്ട. എന്റെ അമ്മോ, രക്ഷിക്കണേ. Hey, stop! Stop in the name of law! ഭാരതമാതാ, സത്യം. ഇനിയുള്ള ഈ ജോണിന്റെ കളികൾ കമ്പനി കാണാനിരിക്കുന്നതേ ഉള്ളൂ. എന്റെ പുതിയ നമ്പർ നിങ്ങൾ കണ്ടോ? കൊള്ളാം ബോസ്. എന്റെ അമ്മോ, ഇവൻ എന്താ അങ്ങനെ കരയുന്നത്? ഇന്ന് എന്റെ ബർത്ത്ഡേ ആയിരുന്നു സാറേ. അത് ആഘോഷിക്കാൻ എനിക്ക് വേറെ ആരുമില്ല സാറേ. ഞാനൊരു മോശമായവനല്ല. ഞാനൊരു നല്ല മനുഷ്യനായി ജീവിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ എന്നെ നല്ല മനുഷ്യനാകാൻ ആരും അനുവദിക്കുന്നില്ല. വേണ്ട ജോണെ, നീ കരയരുത്. ഞങ്ങള് വരും നിന്റെ ബർത്ത്ഡേക്ക്. മോട്ടു, എനിക്ക് കണ്ടിട്ട് അവന്റെ കണ്ണീര് മുതലക്കണ്ണീരായിട്ടാ തോന്നുന്നത്. സൂക്ഷിച്ചു നിന്നോ. പത്ലു, നീ വേണേ നോക്കിയും കണ്ട് നിന്നോ. ഞാൻ കേക്ക് കഴിക്കുന്നതിൽ ബിസി ആയിരിക്കും. വരൂ ജോൺ, നമുക്ക് ഒരുമിച്ച് നിന്റെ പിറന്നാൾ ആഘോഷിക്കാം. വരൂ വരൂ വരൂ, ഇപ്പൊ തന്നെ ആഘോഷിക്കാം. സാർ സാർ, നിങ്ങൾ എല്ലാവരും അവിടെ ഒരു ഭാഗത്ത് ഇരിക്കൂ. ബോസ് ഇപ്പൊ ബർത്ത്ഡേ കേക്ക് മുറിക്കും. എന്താ ബൈ ബൈ, പിന്നെ കാണാം. പറ്റുമെങ്കിൽ അടുത്ത ബർത്ത്ഡേക്ക് വരണേ. എന്റെ മോട്ടു, ഞാൻ അപ്പോഴേ പറഞ്ഞില്ല അവന്റെ കണ്ണീര് മുതലക്കണ്ണീരാണെന്ന്. അവരെന്നെ ഇങ്ങനെ ചതിക്കുമെന്ന് ഞാൻ അറിഞ്ഞില്ല പത്ലു. അതൊരു പഴഞ്ചൊല്ല മോട്ടു. വേഗം എന്തെങ്കിലും ഒന്ന് ചെയ്യ്. വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ല എന്റെ പത്ലു. നീ തന്നെ എന്തെങ്കിലും ആലോചിക്കൂ. ഐഡിയ. വാ, നമുക്ക് ഈ റോക്കറ്റിന്റെ ദിശയൊന്ന് മാറ്റാം.
ബോസ് അവർ തിരിച്ചു വരുന്നുണ്ട്. നമുക്ക് റിട്ടേൺ ഗിഫ്റ്റ് തരാനാണെന്ന് തോന്നുന്നു. അങ്ങോട്ട് നോക്കൂ ബോസ്. കലക്കി. റിട്ടേൺ ഗിഫ്റ്റിന്റെ കാര്യമൊക്കെ വിട്ടേക്ക്, ഇവിടുന്ന് രക്ഷപ്പെടാൻ നോക്ക്. വേഗം ഓട്, വേഗം ഓട്, അല്ലെങ്കിൽ ഇവര് പുറകെ വരൂ. ഓട്. പോലീസ് നിന്റെ പുറകെ തന്നെ വരുന്നുണ്ട്. ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് ഇംപോസിബിൾ. അറിയാമല്ലോ, ഇംപോസിബിൾ. മോട്ടു പത്ലു, ഞാൻ തിരിച്ചു വരൂ. ഇപ്രാവശ്യം എന്റെ ബർത്ത്ഡേക്ക് വരണം ട്ടോ. വീണ്ടും എത്തിയോ? ഇത്തവണ നിങ്ങളെ വെറുതെ വിടാൻ പോകുന്നില്ല. തടിയോ, നിന്നെ ഞാൻ ശരിയാക്കി തരാം. ആകാശത്തെങ്കിലും സമാധാനായി ജീവിക്കാന്ന് വെച്ചാൽ ഇവിടെയും സമാധാനം തരില്ല.